കാറിൽ നിന്നും അവൻ ചിരിയോടെ ഇറങ്ങി വന്നു. ആരിത്? അനിക്കുട്ടനോ? വാ മോനെ, എത്ര നാളായി കണ്ടിട്ട്. അവൻ ഷൂസ് ഊരി നിവർന്നു നിന്ന് രജനിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ഞാൻ USA-യിലായിരുന്നു അമ്മേ. ഇവിടെ ഇന്ദ്രൻ ഒരു സമയത്ത് നിന്നെപ്പറ്റി പറയാത്ത നേരമില്ലായിരുന്നു. കുറേയായി ഒന്നും പറഞ്ഞു കേൾക്കാറില്ല. രജനി സെറ്റിലിരുന്നു കൊണ്ട് പറഞ്ഞു. അവനിപ്പോൾ ഓഫീസിൽ പോകുന്നില്ലേ? ഞാൻ ഇന്ന് നാട്ടിൽ വന്നതേ ഉള്ളൂ. അവൻ ഇല്ല ഇവിടെ. ആഹാ, അപ്പോൾ ഒന്നും അറിയാത്തവരാണല്ലേ. അവൻ്റെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. ആണോ? നന്നായി. അവൻ ആകെ മാറിപ്പോയിരുന്നു. എന്തോ എന്നോട് വഴക്കിട്ടത് പോലെ. അങ്ങനെയല്ല മോനെ. അവൻ്റെ അച്ഛൻ പോയതിൽ പിന്നെ പഴയ ഇന്ദ്രനെ ഞാൻ കണ്ടിരുന്നില്ല കുറേ നാൾ. എപ്പോഴും ദേഷ്യം. മായമോള് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാം പഴയപടി ആയത്. മോൻ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എടുക്കാം. എന്താ മോനെ കുടിക്കാൻ വേണ്ടത്? എന്തെങ്കിലും മതി. രജനി പോയപ്പോൾ അനിൽ എണീറ്റ് ഹോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ നോക്കി നിന്നു. ഇന്ദ്രന് ഇടവും വലവും രജനിയും ആനന്ദും ഇന്ദ്രനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നു. ഇല്ലടാ, ഈ പൊതിഞ്ഞു പിടുത്തം ഞാൻ അവസാനിപ്പിക്കും, നീ നോക്കിക്കോ, അവൻ മനസ്സിൽ പറഞ്ഞു. അടുത്ത ചുവരിൽ ഇന്ദ്രൻ്റെയും മായയുടെയും കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ അവൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞു. ആ ഫോട്ടോ എടുത്ത് വലിച്ചെറിയാൻ തോന്നി. മായ ഇന്ദ്രനൊപ്പം സന്തോഷത്തോടെയുള്ള നിൽക്കുന്നത് കണ്ടപ്പോൾ അവനിൽ വീണ്ടും ദേഷ്യത്തിൽ അതിൽ വരമ്പുകൾ ലംഘിച്ചു. ആ ഫോട്ടോ എടുത്ത് എറിയാൻ അങ്ങോട്ട് അവൻ കൈകൾ കുതിച്ചു. ഇതാണ് മായമോള്. പുറകിൽ നിന്നു രജനിയുടെ സൗണ്ട് കേട്ടപ്പോൾ ധൃതിയിൽ തിരിഞ്ഞു വന്ന് സെറ്റിയിലിരുന്നു. അവൻ്റെ മുഖത്തെ ദേഷ്യം വിദഗ്ധമായി ഒളിപ്പിച്ച് ഓരോ വിശേഷങ്ങളും ചോദിച്ചു കൊണ്ടിരുന്നു. അവൻ മനസ്സിൽ മായയുടെ സൗന്ദര്യത്തെപ്പറ്റി ഓർത്തു. അവളുടെ ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും എത്തി നിന്നു. അവളുടെ നുണക്കുഴി ആരെയും ആകർഷിക്കുന്നതാണ്. ഒരിക്കലെങ്കിലും അവളെ അറിയണം, എന്നിട്ട് ചത്താലും നഷ്ടമില്ല. രജനിക്ക് ഒരു മകനെ കണ്ട സന്തോഷത്തിൽ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അനിലിനെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ചിട്ടാണ് രജനി വിട്ടത്. ഞാൻ വന്ന കാര്യം അമ്മ ഇന്ദ്രനോട് ഇപ്പോൾ പറയണ്ട. ഞാൻ അവനുള്ളപ്പോൾ വരാം. അമ്മ, ഞാൻ തന്ന എൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ശരി. അവൻ കാർ സ്റ്റാർട്ടാക്കിക്കൊണ്ട് രജനിയെ ഓർമ്മിപ്പിച്ചു. ശരി, ഇനി അവരുള്ളപ്പോൾ വാ, വിളിക്കാം ഞാൻ. അവൻ്റെ കാർ റോട്ടിലേക്ക് ഇറങ്ങി സൈഡ് ഒതുക്കി നിർത്തി. ഫോണിൽ അനിലിനെ ആ വീട്ടിലേക്ക് വിട്ടവനെ വിളിച്ചു. റിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പ് കോൾ എടുത്തു. എന്തായി കാര്യങ്ങൾ? എന്താവാൻ, ആ തള്ള മാത്രമേ ഉള്ളൂ. അവൾ അങ്ങോട്ട് വന്നത് നീ കണ്ടില്ലേ? കണ്ടു. ഡെയ്സിയുടെ അടുത്ത് രാവിലെ പോവേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ ഓഫീസിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇന്ദ്രൻ്റെ സീറ്റിൽ അവൾ. ഡെയ്സിയുടെ കാര്യം കഴിഞ്ഞില്ലേ? അവൾ അധികം കളിച്ചാൽ അവളുടെ ലീലാവിലാസങ്ങൾ പല സൈറ്റിലും കയറി ഇറങ്ങും. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, അവളാണ് പെണ്ണ്. എന്താ ഒരു അല്ലേ? അതൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങി. പിന്നെ നീ പറഞ്ഞത് നേരാ. എന്താ ഒരു? അവനും അനിലും ഫോണിൽ കൂടി ചിരിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി എന്താ പ്ലാൻ? അനിൽ ചിരി നിർത്തി ചോദിച്ചു. മായയുടെ മുഖം അവനെ കൊതിപ്പിച്ചിരുന്നു. അതൊക്കെ രാത്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ വെച്ചോ? ഓക്കെ, പുതിയത് മതി. രണ്ടുപേരും കൂടി ഒരു പെണ്ണിന് എന്തു രസാ. പിന്നെ എടുത്തു വെച്ചേക്കുവാണല്ലോ പുതിയതിനെ. ദേവി വരും, അവളെയും കൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഓഹോ മതി, ദേവിയെങ്കിൽ ദേവി, രാത്രി കാണാം. ഫോൺ ഡിസ്കണക്ട് ചെയ്ത് കാർ ദേവിയുടെ ഫ്ലാറ്റ് ലക്ഷ്യം വെച്ച് ഓടിച്ചു പോയി. മായ ഓരോ ഫയലുകളും ശ്രദ്ധയോടെ നോക്കുമ്പോഴാണ് അർജുൻ അങ്ങോട്ട് വരുന്നത്. എന്താണ് മായ, വലിയ പണിയാണല്ലോ. കെട്ടിയോൻ വിളിച്ചോ? മായ ഫയൽ മടക്കി വെച്ചിട്ട് ചിരിയോടെ അർജുനോട് ഇരിക്കാൻ കൈക്കൊണ്ട് കാണിച്ചു. ആ, ദുബായ് കമ്പനിയുടെ ഫയൽ ആണ്. അർജുവേട്ടൻ ജോയിൻ ചെയ്തതു മുതൽ എല്ലാം ഡിലേ ആവുന്നുണ്ട്. ഇന്ദ്രൻ ദേ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവൻ എന്നെയും വിളിച്ച് ഭയങ്കര ബഹളം. മായയുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്ന് കൊണ്ടുവിടാനും പറഞ്ഞു ഏൽപ്പിച്ചേക്കുക. ഈ ഇന്ദ്രേട്ടന് വട്ടാണ്. അമ്മ ചുമ്മാതല്ല പറയുന്നേ. മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല മായ, അവന് ഈ ഓഫീസിൽ തന്നെ ശത്രുക്കളുണ്ട്. ആ ശത്രു മായയുടെ ശത്രുവാണ്.
എന്താ ഏട്ടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മായ ഒരിക്കലും ഈ ഓഫീസിൽ വെച്ച് ആരോ അഭയപ്പെടുത്താൻ നോക്കിയതല്ലേ? അപ്പോൾ അവൾ ആ ദിവസം കുറച്ച് ഓർത്തു. അതെ എന്ന് തലകുലുക്കി സമ്മതിച്ചു. മായ അന്നത്തെ പോലെയല്ല ഇന്ന്. ഈ ഓഫീസിൽ എല്ലായിടത്തും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ ഒരുപാട് ക്യാമറകളുണ്ട്. ഈ ഓഫീസിൽ ആര് എന്ത് ചെയ്താലും എനിക്കറിയാൻ പറ്റും. പിന്നെ എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി. ഏട്ടനും കൊള്ളാം, കൂട്ടുകാരനും കൊള്ളാം. കൂട്ടുകാരൻ പാവാ. എൻ്റെ പൊന്നേ, മായയുടെ കാലിൽ വല്ല മുള്ളും തറച്ച കെട്ടിയോൻ്റെ കയ്യിൽ 2 തോക്കാ ഉള്ളത്. എൻ്റെ നെഞ്ചുകൂട് പേടിച്ചിട്ടാ. അർജുൻ നെഞ്ചും തടവിക്കൊണ്ട് പറഞ്ഞു. അർജുൻ്റെ സംസാരം കേട്ടപ്പോൾ മായ ഉറക്കെ ചിരിച്ചുപോയി. അപ്പോഴാണ് ഡോറും തുറന്ന് ഒരു ഫയലും കൊണ്ട് ദേവി വരുന്നത്. അവളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. സാർ, സാർ, പറഞ്ഞ ഫയൽ. അർജുന് നേരെ ഫയൽ നീട്ടിക്കൊണ്ട് ദേവി പറഞ്ഞു. എനിക്കല്ല, മായക്ക് കൊടുക്ക്. മായ, ഇതാ. ദേവി ദേഷ്യത്തിൽ മായയുടെ അടുത്തേക്ക് ഫയൽ നീക്കിവെച്ചു. ഹലോ മിസ് ദേവി പ്രകാശ്. എന്നെയും ഇന്ദ്രനെയും നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? പ്ലീസ് ടെൽ മീ. സാർ എന്ന്. ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ ബോസിൻ്റെ വൈഫാണ് മായ. അവരെ മേഡം എന്ന് വിളിക്കണം. പഴയ മായയല്ല ഈ ഇരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങളുടെ ബോസിൻ്റെ ചെയറിലിരിക്കുന്നത്? അപ്പോൾ മായയെ പഴയ കണ്ണുകൊണ്ട് നോക്കാതെ മേഡം എന്ന് ഇനി മുതൽ വിളിക്കാൻ പഠിച്ചോ? എങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ആ ഫയലെടുത്ത് ആ മുഖത്തെ പുച്ഛം കളഞ്ഞിട്ട് റെസ്പെക്റ്റ് കൊടുത്ത് മായയെ ആ ഫയൽ ഏൽപ്പിച്ചിട്ട് വേഗം പോയി പെൻഡിങ് വർക്കുകൾ ചെയ്ത് തീർക്കാൻ നോക്ക്. മേഡം, ഇതാ ഫയൽ. അത് അവിടെ വെച്ചേക്ക് ദേവി. എന്നിട്ട് പൊയ്ക്കോളൂ. മായക്ക് സങ്കടം തോന്നി ദേവിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേവി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഏട്ടാ, അത്രയും വേണ്ടായിരുന്നു. പാവം, നല്ല സങ്കടമായിട്ടുണ്ട്. അവളെ മായക്കറിയില്ല. പഠിച്ച കള്ളിയാ. അതൊക്കെ പോട്ടെ. അപ്പോൾ കഴിക്ക്. ഞാനും കഴിക്കാൻ പോവുക. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കരുത്. ഉത്തരവ് സാർ. അർജുൻ ചിരിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഡോറും തുറന്ന് റൂമിലേക്ക് നാൻസിയും ധന്യയും വന്നു. വന്നല്ലോ വനാരാപ്പട. അയ്യോടാ, ഒന്ന് ചിരിക്ക്. വലിയ ചളി പറഞ്ഞതല്ലേ? നാൻസി കളിയാക്കി പറഞ്ഞിട്ട് ടിഫിൻ ബോക്സുമായി മുന്നോട്ട് നടന്നു. ധന്യ അർജുനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ മായയെ ശ്രദ്ധിച്ചു. മായയിൽ ചിരി വിരിഞ്ഞു. അർജുന് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. കാണാൻ തോന്നിയപ്പോൾ മുന്നിൽ തൻ്റെ പെണ്ണ്. അതേസമയം ധന്യയും മനസ്സിലും സന്തോഷം തിര തല്ലി. ഇപ്പോൾ ഒന്നും കാണാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ കള്ളച്ചിരിയുമായി അവളുടെ ഉള്ളിൽ ചിരി വന്നു. അത് പുറത്ത് കാണിക്കാതെ മായയുടെ അടുത്തേക്ക് നടന്നു. മായയ്ക്ക് രജനി ഡ്രൈവറുടെ കയ്യിൽ ഫുഡ് കൊടുത്തു വിട്ടിരുന്നു. നിങ്ങൾ ഇനി ഫുഡ് കൊണ്ടുവരണ്ട. അമ്മ നിങ്ങൾക്ക് കൂടി നാളെ മുതൽ തന്നുവിടാം. സന്തോഷം. നാൻസി ചിരിയോടെ പറഞ്ഞിട്ട് മായയുടെ അടുത്ത് പോയിരുന്നു. കള്ളിപ്പെണ്ണെ, ഞാൻ കണ്ടു. ധന്യയോട് മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? അർജുവേട്ടൻ പാവ. എനിക്കിഷ്ടായി. അയ്യോ, കൂടെ നടന്ന ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. നാൻസിക്ക് വിശ്വസിക്കാൻ കഴിയാതെ ധന്യയെ നോക്കി. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ ചോദിച്ചപ്പോൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ആഹാ, അപ്പോൾ ചോദ്യവും പറച്ചിലും കഴിഞ്ഞു. നീ വല്ലവൻ്റെയും കീറിയും നോക്കി നടന്നോ? നാൻസിയെ വഴക്ക് പറയും പോലെ മായ പറഞ്ഞു. ഞാൻ വഴക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും. നാൻസി ഗൗരവം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. മുഖം തിരിച്ചു. ഈ പെണ്ണ് അതിനൊന്നും നടന്നില്ലല്ലോ. എൻ്റെ പൊന്നുമോളെ, വഴക്കിടാതെ. സോറി. ഇനി എന്നെ ഒളിച്ചൊന്നും ചെയ്യില്ലെന്ന് വാക്ക് തന്ന വഴക്ക് മാറ്റാം. വാക്ക്. നാൻസി ധന്യയുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അർജുൻ വിത്ത് ധന്യ. കൊള്ളാം. അവരുടെ കളിച്ചിരികളും അർജുൻ അവൻ്റെ റൂമിൽ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു. ധന്യയുടെ മുഖത്ത് മാത്രം അവൻ്റെ കണ്ണുകൾ പതിച്ചു. എൻ്റെ പെണ്ണെ, എന്തു രസ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അവൻ ചിരിയോടെ ചെയറിലേക്ക് ചാഞ്ഞു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ധന്യയും നാൻസിയും അവരവരുടെ സീറ്റിലേക്ക് പോയി. വീണ്ടും മായ തൻ്റെ ജോലിക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രൻ്റെ കോൾ വരുന്നത്.
മായ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ആൻസർ ബട്ടൺ ഞെക്കി ചെവിയോട് ചേർത്തു. ഏട്ടാ എത്തിയോ? എന്ത് ജോലിയാണ്? രാത്രി എന്നില്ല, പകലെന്നില്ല, ഇനി എപ്പോഴാ ഉറങ്ങുന്നത്? മായ ഗൗരവം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. തീർന്നു, ഇനി 2 ദിവസം ഫുൾ ഫ്രീ ആണ്. എൻ്റെ അമ്മൂസേ, രാത്രി മീറ്റിംഗ് ഒന്നുമില്ല. അത് പറഞ്ഞപ്പോയാ ഓർത്തെ, വിനോദേട്ടനെ ഒന്ന് വിളിക്കണോ? ആകെ മൂഡ് ഓഫ് ആയേ വന്നേ. എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വയ്യെന്ന് പറഞ്ഞു പോയി. ആൻറ്റി പോയപ്പോൾ ശരിക്കും ഒറ്റക്കായെന്ന് തോന്നിക്കാണും. പാവം ഏട്ടൻ. വിനുവിനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ ഡ്രൈവിംഗ് ചെയ്യുകയായിരുന്നു. എൻ്റെ കുഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ വിളിച്ചോളാം. എന്നാ ഏട്ടൻ കുറച്ചു നേരം ഉറങ്ങിക്കോ. ഞാൻ ഫ്രൈഡേ എത്തും. എന്നിട്ട് വേണം എൻ്റെ അമ്മൂസിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ദേ, ഇനി പറ്റില്ല. എനിക്ക് എല്ലാം തരണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കട്ട് തിന്നും പറഞ്ഞേക്കാം. അയ്യേ, ഈ മനുഷ്യൻ. ആരെങ്കിലും കേൾക്കും. ഇവിടെ ആരുമില്ല. അപ്പോൾ തമ്പിയോ? അവൻ വേറെ റൂമിലാണ്, ഉറങ്ങിക്കാണും. അതെ ഏട്ടാ, ഇവിടെ ഒരാൾ കണ്ണ് അടച്ച് പാല് കുടിക്കുവേട്ടോ. അതാരാ? നമ്മുടെ അർജുനേട്ടൻ. ഞാൻ അറിഞ്ഞു. നമ്മുടെ ധന്യ വിഷയമല്ലേ? ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? അവന് നേരത്തെ ഇഷ്ടമായിരുന്നു ധന്യയെ. എന്നോട് പറഞ്ഞിരുന്നു ഒരു വട്ടം. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഏട്ടൻ. ഞാൻ പറയാൻ എവിടെ നേരം? ഞാൻ എൻ്റെ അമ്മൂസിനെ സംസാരിക്കുമ്പോൾ വേറെയെല്ലാം മറക്കും. മതി, എനിക്ക് മനസ്സിലായി. ഇത്രയും ചെറിയ കാര്യം പോലും എന്നോട് മറച്ചു പിടിക്കുന്നു. ആർക്കറിയാം ഇനി എന്തെല്ലാം ഉണ്ടെന്ന്. അത് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെയായപ്പോൾ മായ ഒന്ന് പേടിച്ചു. ഏട്ടാ, സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. വിഷമമായോ? ഇല്ല. ഇന്ദ്രൻ്റെ തൊണ്ട ഇടറിയത് മായ ശ്രദ്ധിച്ചു. അവൾക്ക് മനസ്സിലായി തൻ്റെ വാക്കുകൾ ഇന്ദ്രന് ആയത്തിൽ വേദനപ്പെട്ടുവെന്ന്. ഇന്ദ്രേട്ടാ, പറ അമ്മു. അതെ, എനിക്കൊരു കൂട്ടം തരുമോ ഇപ്പോൾ? എന്ത്? 100 ഉമ്മ? ഞാൻ പിന്നെ വിളിക്കാം അമ്മു. തമ്പി വന്നു. എന്നോട് പിണങ്ങിയല്ലേ? എൻ്റെ അമ്മുവിനോട് പിണങ്ങാനോ? എൻ്റെ നെഞ്ചിലെ പിടപ്പ് അവസാനിക്കുന്നത് വരെ എനിക്ക് പറ്റില്ല മോളെ നിന്നോട് പിണങ്ങാൻ. പിന്നെ ഇപ്പം നിന്നെ ഞാൻ ചുംബനത്താൽ പൊതിഞ്ഞാൽ നീ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ മുൻപ് ഞാൻ അങ്ങ് എത്തേണ്ടി വരും. അത് വേണോ? അയ്യേ, നാണമില്ലാത്ത മനുഷ്യൻ. എൻ്റെ മോള് ഇപ്പോൾ ജോലി ചെയ്ത് തീർക്ക്, എന്നിട്ട് രാത്രി വിളിക്ക്. അപ്പോൾ ഞാൻ 100 എണ്ണമില്ലാത്ത ചുംബനത്താൽ പൊതിയുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഫോൺ കട്ട് ചെയ്ത് ഇന്ദ്രൻ ബെഡിലേക്ക് കിടന്നു. ഫോണിലും ഹോം സ്ക്രീനിലെ മായയുടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയിൽ വിഷമത്തിൽ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സോറി മോളെ, നിന്നെ ഒരുപാട് ഞാൻ മറക്കുന്നുണ്ട്. അല്ലാതെ ഒരു വഴിയില്ല. നീ സത്യങ്ങൾ അറിഞ്ഞാൽ എന്നെ നീ വെറുക്കും. അത് ഉണ്ടായാൽ പിന്നെ ഇന്ദ്രനില്ല. അവൻ്റെ കണ്ണുകൾ ഭിത്തിയിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ എത്തി നിന്നു. ഇല്ല ഏട്ടാ, നിന്റെ കളി നിർത്താൻ ഞാൻ വരുന്നുണ്ട്. അവസാനമായി നീ കളിക്ക്. അതിൻ്റെ അവസാനം ഒന്ന് ശ്വാസം വിടാൻ നേരമുണ്ടാവില്ല നിനക്ക്. വൈകിട്ട് മായ അവളുടെ ഓഫീസിൽ ക്യാമ്പിൽ പൂട്ടിയിറങ്ങി. അവളെ കാത്ത് അർജുൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടപ്പോൾ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. പോവാം 2 പേരും കൂടി വരാനുണ്ട്. അവൾ വാച്ചിലേക്ക് നോക്കി പറഞ്ഞിട്ട് അർജുനെ നോക്കി ചിരിച്ചു. ആരാ 2 പേര്? ദേ വരുന്നു. അർജുൻ്റെ പുറകിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ധന്യയും നാൻസിയും വർത്തമാനം പറഞ്ഞു കൊണ്ടുവരുന്നു. അർജുൻ്റെ കണ്ണുകൾ ധന്യയിൽ മാത്രം നിന്നു. അവൾ അടുത്തു വന്നിട്ട് അവൻ്റെ കണ്ണുകൾ മാറ്റാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഹലോ, പോവാം. മായയുടെ കളിയാക്കിയുള്ള ചോദ്യം കേട്ടപ്പോൾ അവനൊരു ഞെട്ടലോടെ ബോധത്തിലേക്ക് വന്നു. അവന് വല്ലാതെ ചമ്മൽ തോന്നി. ഇത്രയും നേരം ധന്യയുടെ പ്രണയവലയത്തിൽ താൻ പെട്ടു കിടക്കുകയായിരുന്നു. ചമ്മൽ മാറ്റി അവരെ നോക്കാതെ കീയും കറക്കി മുന്നോട്ട് നടന്നു. ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, അത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അതൊക്കെ നോക്കിക്കൊള്ളാം. ഒരു വണ്ടിയിലല്ലേ നിങ്ങൾ വന്നത്? അത് ഫ്ലാറ്റിലെത്തിക്കോളും. അത് വേണോ മായ? വേണം. രാവിലെ ഞാൻ കാറുമായി വരാം. അല്ലേ ഏട്ടാ? മുന്നേ പോകുന്ന അർജുനോട് മായ ചോദിച്ചു. അവൻ ഓക്കെ എന്ന് തല കുലുക്കി കാണിച്ചു. അവൻ 4 പേരും കാറിൽ ഗേറ്റ് കടന്നു പോകുന്നത് വിൻഡോയിൽ കൂടി ഒരാൾ നോക്കി നിന്നു. അയാളുടെ പല്ല് ഞെരിഞ്ഞമർന്നു.
കാറിലിരിക്കുമ്പോൾ അർജുൻ കണ്ണു പുറകിലിരിക്കുന്ന ധന്യയുടെ പല പ്രാവശ്യം പാറി വീണു. അവൾ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടിൽ അവനായി മാത്രം ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചു. അവരുടെ കണ്ണുകൾ ഫ്ലൈറ്റ് എത്തുന്നതുവരെ പല കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു. മായയും നാൻസിയും നന്നായി അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർ നന്നായി ആസ്വദിച്ചു. ഫ്ലാറ്റിൻ്റെ താഴെ അവരെ ഇറക്കിവിട്ട് കാർ മായയെ കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അർജുൻ്റെ മനസ്സിൽ ധന്യയുടെ ചിരി തെളിഞ്ഞു നിന്നു. എന്താ ചിരി? മായ കളിയാക്കി ചിരിച്ചു. മായേ, എനിക്ക് അവളെ മിസ് ചെയ്യാൻ വയ്യ. അവളുടെ വീട്ടിൽ പോയി ചോദിക്ക്, അവർ സമ്മതിക്കും. അവനും കൂടി വരട്ടെ. എന്നിട്ട് മതി. അവളെ ഏട്ടൻ്റെ കൂടെ കൂട്ടിയാൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. എനിക്കറിയാം മായ. വീട്ടിലെത്തുന്നത് വരെ അവർ ഒരുപാട് സംസാരിച്ചു. വീടിൻ്റെ പോർച്ചിൽ വണ്ടി നിർത്തുമ്പോൾ മായക്ക് അർജുൻ തൻ്റെ അപ്പുവിനെ പോലെ തന്നെ തോന്നി. കയറിയിട്ട് പോവാം ഏട്ടാ. ഇല്ല മോളെ, ആൻറ്റിയോട് പറഞ്ഞേക്ക്. അർജുൻ്റെ കാർ ഗേറ്റും കടന്ന് പോയപ്പോൾ മായ തിരിഞ്ഞ് വീട്ടിലേക്ക് കയറി.